നമസ്കാരം. നമ്മൾ ഇന്ന് ഒരു യഥാർത്ഥ ജീവിതാനുഭവത്തിലേക്ക്, ഒരു വിജയഗാഥയിലേക്ക് ആഴ്ന്നിറങ്ങുകയാണ്. സ്വപ്നങ്ങൾ എങ്ങനെ യാഥാർത്ഥ്യമാക്കാം എന്നതിന്റെ ഒരു നേർക്കാഴ്ച. ഡെറാഡൂണിൽ നിന്നുള്ള സുധാൻഷു കുമാറും പിന്നെ സന്തോഷ് കുമാർ അവരുടെ കഥ പറയുന്നുണ്ട്. അപ്പോ ഇവരുടെ യാത്ര, അതായത് തുടക്കത്തിലെ ബുദ്ധിമുട്ടുകൾ, സംശയങ്ങൾ, ഒടുവിൽ അവരൊരു സംതൃപ്തമായ ജീവിതത്തിലേക്ക് എത്തിയതെങ്ങനെ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. തീർച്ചയായും വളർച്ചയുടെ അവസരങ്ങളെക്കുറിച്ചും ചിലപ്പോൾ കാര്യങ്ങൾ എത്ര ലളിതമായി സംഭവിക്കാം എന്നതിനെക്കുറിച്ചുമൊക്കെ അറിയാൻ താൽപ്പര്യമുള്ളവർക്ക് ഇതൊരു പക്ഷേ പുതിയ ചില ചിന്തകൾ നൽകിയേക്കാം. അതെ, അപ്പോ നമുക്ക് അവരുടെ കഥയിലേക്ക് കടക്കാം. സന്തോഷിന് കുട്ടിക്കാലം തൊട്ടേ എന്തെങ്കിലും വലുതായി നേടണം എന്നൊരാഗ്രഹം മനസ്സിലുണ്ടായിരുന്നു, അല്ലേ? നല്ല വിദ്യാഭ്യാസം നേടി ജോലി നേടാമെന്നായിരുന്നു ആദ്യത്തെ പ്ലാൻ. പക്ഷേ എന്താ പറയുക, ചില സാഹചര്യങ്ങൾ കൊണ്ട് പഠനം പൂർത്തിയാക്കാൻ പറ്റിയില്ല. എന്നിട്ടോ? അങ്ങനെ കോളേജിൽ പഠിക്കുമ്പോഴാണ് അവര് ഈ ഡയറക്റ്റ് സെല്ലിംഗ് ഫീൽഡിലേക്ക് വരുന്നത്. തുടക്കത്തിൽ കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ലെന്ന് തോന്നുന്നു എന്നൊക്കെ. അതെ, ആ പ്രായത്തിലെ തിരസ്കാരങ്ങൾ കിട്ടുമ്പോൾ ആത്മവിശ്വാസം കുറയും. പക്ഷെ അവര് വിട്ടില്ല. വലിയ പൈസയൊന്നും അന്ന് കിട്ടിയില്ലെങ്കിലും ആ ശ്രമങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു. കുറച്ച് കോൺഫിഡൻസ് ഒക്കെ കിട്ടിയെന്നവർ പറയുന്നുണ്ട്. പിന്നീട് അവരുടെ വിവാഹം കഴിഞ്ഞു. അതൊരു പുതിയ തുടക്കമായിരുന്നിരിക്കണം. ശരിയാണ്. വിവാഹശേഷം രണ്ടുപേരും കൂടെ ഈ ബിസിനസ് ചെയ്യാനും ഡയറക്റ്റ് സെല്ലിംഗിൽ ഒരു നിലയിലെത്താനും തീരുമാനിച്ചു. എന്നിട്ടും വലിയ മാറ്റമൊന്നും വന്നില്ലേ? അതാണ് പ്രശ്നം. ഒരുപാട് ശ്രമിച്ചിട്ടും കാര്യമായ സാമ്പത്തിക പുരോഗതി ഉണ്ടായില്ല. അപ്പോഴാണ് എന്താ പറയാ, കൂടെ പഠിച്ചവരൊക്കെ നല്ല ജോലിയൊക്കെയായി സെറ്റിലാവുന്നത് കാണുന്നത്. ഓഹോ. അപ്പോൾ തങ്ങൾ മാത്രം പിന്നിലാണോ എന്നൊരു തോന്നല്. വലിയൊരു മാനസിക സംഘർഷം തന്നെയായിരുന്നു അത്. അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. വലിയ സ്വപ്നങ്ങളുമായി വന്നിട്ട് ഒന്നും നടക്കാതെ വരുമ്പോൾ ഒരു നിരാശ തോന്നും. തീർച്ചയായും. ഡയറക്റ്റ് സെല്ലിംഗിൽ വരുമ്പോൾ കണ്ട ആ സാമ്പത്തിക സ്വാതന്ത്ര്യം, അംഗീകാരം, അതൊന്നും കിട്ടുന്നില്ല. ഇനി എന്തു ചെയ്യും എന്നൊരു ചോദ്യം മുന്നിൽ വന്നു. അപ്പൊ ആ ഒരു സമയത്താണോ അവര് ഡയറക്റ്റ് സെല്ലിംഗ് നിർത്താൻ തീരുമാനിക്കുന്നത്? അതെ. ഒരു സൈഡിൽ ബിസിനസ്സിലെ ഈ മുരടിപ്പ്, മറ്റേ സൈഡിൽ കുടുംബത്തിന്റെ ഉത്തരവാദിത്തം കൂടി. അപ്പോഴേക്കും 2 കുട്ടികളായി. ഈ പ്രഷർ താങ്ങാൻ പറ്റാതെ ആ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന സ്വപ്നം തൽക്കാലത്തേക്ക് മാറ്റിവെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? സാധാരണ ജോലികളിലേക്ക് മാറിയോ? കൂടുതൽ സ്ഥിര വരുമാനം കിട്ടുന്ന ജോലികളും നോക്കി. സുധാൻഷു റിയൽ എസ്റ്റേറ്റിലേക്കും സന്തോഷ് ആർക്കിടെക്റ്റായിട്ട് വീടിന്റെ പ്ലാനൊക്കെ വരയ്ക്കുന്ന ജോലിയിലേക്കും തിരിഞ്ഞു. സാമ്പത്തികമായി കുറച്ചു മെച്ചപ്പെട്ടോ? കുറച്ചൊക്കെ മെച്ചപ്പെട്ടു. പൈസയൊക്കെ കിട്ടിത്തുടങ്ങി. പക്ഷേ ഒരു സന്തോഷമില്ലായ്മ, അല്ലേ? അതെ, എന്തോ ഒരു രസമില്ലായ്മ പോലെ. അത് മാത്രമല്ല, സന്തോഷിന് ആരോഗ്യപ്രശ്നങ്ങളും തുടങ്ങി. ലാപ്ടോപ്പിനു മുന്നിൽ ഒരുപാട് നേരമിരുന്ന് സർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, സയാറ്റിക്ക, അങ്ങനത്തെ വേദനകൾ. ഓ, കഷ്ടമായി പോയി. അപ്പോ പണം കിട്ടുന്നുണ്ട്, പക്ഷേ ആരോഗ്യം പോകുന്നു എന്നൊരു ചിന്തയും അവരെ അലട്ടി. അപ്പോ പണമുണ്ട്, പക്ഷെ സന്തോഷമില്ല, ആരോഗ്യവുമില്ല. ആകെ ഒരു പ്രതിസന്ധിയിലായിരുന്നിരിക്കണം. ഒരു മാറ്റം ആഗ്രഹിച്ചിട്ടുണ്ടാവും. തീർച്ചയായും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കോവിഡ് വരുന്നത്. ലോകം മുഴുവൻ പ്രശ്നത്തിലായ സമയം. ശരിയാണ്. ഒരുപാട് കുടുംബങ്ങൾ വരുമാനം നിലച്ച് തകരുന്നത് കണ്ടപ്പോൾ ഒരു സ്ഥിരവരുമാനത്തിന്റെ ആവശ്യം അവർക്ക് ശരിക്കും ബോധ്യമായി. തങ്ങൾക്കും അങ്ങനൊരു സുരക്ഷിതത്വമില്ലല്ലോ എന്ന ചിന്ത അവരെ കൂടുതൽ വിഷമിപ്പിച്ചു. ഈ സമയത്ത് അവരെന്തെങ്കിലും പരിഹാരത്തിനായി ശ്രമിച്ചോ? പ്രാർത്ഥനയോ മറ്റോ? അവർ പറയുന്നുണ്ട്, ആ സമയത്ത് ഒരു വഴി കാണാനായി ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നുവെന്ന്. അമ്പലങ്ങളിലും പിന്നെ ഗംഗയുടെ അടുത്തുമൊക്കെ പോയി പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കേട്ടോ? അങ്ങനെ പറയാം. അവരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണെന്ന് അവർ വിശ്വസിക്കുന്നു. 2023 അവസാനത്തോടെ ഒരാളെ കണ്ടുമുട്ടുന്നു. അവരദ്ദേഹത്തെ ഒരു ദേവദൂതൻ എന്നാണ് പറയുന്നത്. ദേവദൂതനോ? അതെ. ആ വ്യക്തി വഴിയാണ് SP ഭരിൽ സാറിനെ പരിചയപ്പെടുന്നത്. SP ഭരിൽ ആരാണദ്ദേഹം? SP ഭരിൽ ഡയറക്റ്റ് സെല്ലിംഗ് രംഗത്ത്, പ്രത്യേകിച്ച് വെസ്റ്റീജ് എന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ലീഡറും ട്രെയിനറുമാണ്. അദ്ദേഹത്തെ കണ്ടുമുട്ടിയതാണ് ഇവരുടെ ജീവിതത്തിലെ വഴിത്തിരിവ്. വെസ്റ്റീജ്, അതും ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയാണോ? അതെ. വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇന്ത്യയിലൊരു പ്രധാനപ്പെട്ട ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയാണ്. ഹെൽത്ത് സപ്ലിമെന്റ്സ്, പേഴ്സണൽ കെയർ, ഹോം കെയർ പ്രൊഡക്ട്സ് ഒക്കെയാണ് മെയിൻ. SP ഭരിലിലൂടെ വെസ്റ്റീജിനെ അറിഞ്ഞു. വീണ്ടും ഒരു ഡയറക്റ്റ് സെല്ലിംഗ് അവസരം വന്നപ്പോ പേടി തോന്നിയില്ലേ പഴയ അനുഭവം വെച്ച്? അവര് പറയുന്നത് ഇത് ഗംഗാമാതാവ് തന്ന ഒരു അവസരമായിട്ടാണ് അവർ കണ്ടതെന്നാണ്. എന്തോ ഒരു പോസിറ്റീവ് ഫീല്. ഒരുപക്ഷെ SP ഭരിൽ സാറിന്റെ സംസാരമോ വെസ്റ്റീജിന്റെ സിസ്റ്റമോ എന്തോ അവരെ ആകർഷിച്ചു. അവിടെ നിന്നാണ് ജീവിതം ഒരു 360 ഡിഗ്രി മാറിയതെന്ന് അവർ പറയുന്നു.
എങ്ങനെയായിരുന്നു ആ മാറ്റം? വെസ്റ്റീജിലെത്തിയ ശേഷം എന്തൊക്കെ സംഭവിച്ചു? ഏറ്റവും പ്രധാനം സന്തോഷിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ മാറിയതെന്നാണ്. വെസ്റ്റീജിന്റെ ഹെൽത്ത് സപ്ലിമെന്റ്സ് ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ ആ സെർവിക്കൽ, സയാറ്റിക്ക വേദനകളൊക്കെ പൂർണ്ണമായി മാറി. ആണോ? അത് വലിയ കാര്യമാണല്ലോ. അതെ, അതോടെ അവർക്ക് ആ പ്രൊഡക്റ്റിലും സിസ്റ്റത്തിലും വലിയ വിശ്വാസമായി. സ്വന്തം അനുഭവത്തിൽ നിന്നൊരു ഗുണം കിട്ടിയാൽ തന്നെ അത് മറ്റുള്ളവരോട് പറയാനൊരു പ്രത്യേക എനർജി ആയിരിക്കുമല്ലോ. ശരിയാണ്. ആ വിശ്വാസത്തിൽ നിന്നാണ് അവർക്ക് ഒരു തിരിച്ചറിവുണ്ടാവുന്നത്. തങ്ങളുടെ പഴയ സ്വപ്നങ്ങൾ, സാമ്പത്തിക ഭദ്രത, നല്ല ജീവിതം, മറ്റുള്ളവരെ സഹായിക്കാനുള്ള അവസരം, ഇതൊക്കെ വെസ്റ്റീജിലൂടെ നേടാൻ പറ്റും എന്ന് അവർക്ക് തോന്നി. അതോടെ പഴയതിനേക്കാൾ ഊർജ്ജത്തോടെ അവർ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ തീരുമാനിച്ചു. ആ തീരുമാനം അവരുടെ പ്രവർത്തന രീതിയെ എങ്ങനെ മാറ്റി? പുതിയൊരു തുടക്കമായിരുന്നല്ലോ അത്. ശരിക്കും ഒരു പുതിയ തുടക്കം. സന്തോഷ് ഡെയിലി റുട്ടീനിൽ വലിയ മാറ്റങ്ങൾ വരുത്തി. രാവിലെ 3 മണിക്ക് എഴുന്നേൽക്കാൻ തുടങ്ങി. 3 മണിക്കോ? അതെ, ആ സമയത്ത് എഴുന്നേറ്റ് സ്വപ്നങ്ങളെക്കുറിച്ച് ധ്യാനിക്കുക, വിഷ്വലൈസ് ചെയ്യുക എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ചെയ്യാൻ തുടങ്ങി. വിഷ്വലൈസേഷൻ, അതായത് മനസ്സിൽ കാണുന്നത് അല്ലേ? അതെ, നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്ന കാര്യം, അത് വീടോ കാറോ വിജയമോ എന്തുമാകാം, അത് കിട്ടിയതായിട്ട് വളരെ വ്യക്തമായി മനസ്സിൽ കാണുക. അതിന്റെ ചിത്രങ്ങൾ, ഫീലിംഗ്സ് എല്ലാം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സ് ആ ലക്ഷ്യത്തിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ, മനസ്സിലായി. അപ്പോ സന്തോഷ് ഇത് കൃത്യമായി ചെയ്യാൻ തുടങ്ങി. പഴയ ഡയറികളൊക്കെ എടുത്ത് സ്വപ്നങ്ങൾ വീണ്ടും എഴുതി. ദിവസവും അത് മനസ്സിൽ കണ്ടു. അതോടൊപ്പം വീട്ടുജോലികൾ, കുട്ടികളുടെ കാര്യങ്ങൾ, ലഞ്ച് പാക്ക് ചെയ്യുന്നത് എല്ലാം കൃത്യമായി ചെയ്തു. വീട്ടില് വേറെ ആരും സഹായത്തിനില്ലായിരുന്നോ? ഇല്ല. അതുകൊണ്ട് ചിലപ്പോ കുട്ടികളെ വീട്ടിൽ തനിച്ചാക്കി പുറത്തുനിന്ന് പൂട്ടിയിട്ട് വരെ ജോലിക്ക് പോകേണ്ടി വന്നിട്ടുണ്ട് എന്നൊരു പറയുന്നു. അത്രയും ഡെഡിക്കേഷൻ. അങ്ങനെയുള്ള ഒരു പ്രവർത്തനത്തിന് ഫലം കിട്ടാതിരിക്കില്ലല്ലോ. കിട്ടി, അതും വളരെ പെട്ടെന്ന്. വെറും 90 ദിവസത്തിനുള്ളിൽ അവർ വെസ്റ്റീജിലെ ഡയമണ്ട് ഡയറക്ടർ എന്ന ലെവലിലെത്തി. 90 ദിവസം കൊണ്ട് ഡയമണ്ട്? അതെന്താണ് സംഭവം? ഡയറക്റ്റ് സെല്ലിംഗിൽ അതൊരു വലിയ കാര്യമാണോ? തീർച്ചയായും. ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികളിൽ പല റാങ്കുകളുണ്ട്. ടീമിന്റെ പെർഫോമൻസ് അനുസരിച്ചാണ് ഈ റാങ്കുകൾ കിട്ടുന്നത്. ഡയമണ്ട് ഡയറക്ടർ എന്നത് ഒരു ഉയർന്ന റാങ്കാണ്. സാധാരണ ഇതിന് കുറച്ചധികം സമയമെടുക്കും. അപ്പോൾ 90 ദിവസം കൊണ്ട് അവിടെ എത്തിയെന്നത് അത് ശരിക്കും ഒരു വലിയ നേട്ടം തന്നെയാണ്. കാര്യങ്ങൾ എത്ര ലളിതവും വേഗതയുള്ളതുമായി മാറി എന്നതിന്റെ തെളിവാണ്. അപ്പൊ തീർച്ചയായും വരുമാനത്തിൽ നല്ല മാറ്റം വന്നിട്ടുണ്ടാവും. ഉറപ്പായും. അന്ന് തന്നെ മാസവരുമാനം 50,000 രൂപ കടന്നുവെന്നാണ് പറയുന്നത്. 50,000? അതെ, പക്ഷേ അതിനേക്കാൾ വലുത് അവർക്ക് കിട്ടിയ ആത്മവിശ്വാസമാണ്. ഇത് വെറും തുടക്കം മാത്രം. ഇനിയും മുന്നോട്ടു പോകാം, ഒരു പക്ഷേ മാസം 50 ലക്ഷം വരെ നേടാൻ ഈ അവസരം കൊണ്ട് സാധിക്കും എന്നൊരു ഉറച്ച വിശ്വാസം അവർക്ക് കിട്ടി. 50 ലക്ഷം വരെ? അത് വലിയൊരു ചിന്താമാറ്റം തന്നെയാണ്. അതിനുശേഷം യാത്ര എങ്ങനെയായിരുന്നു? പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. പണത്തെക്കുറിച്ചുള്ള ടെൻഷനൊക്കെ മാറി. ആ, മുമ്പത്തെ ഇന്നത്തെ വരുമാനം നാളെ ഉണ്ടാകുമോ എന്ന പേടിയില്ല. കുട്ടികളോടൊപ്പം സമയം ചെലവഴിക്കാൻ പറ്റി. ലൈഫ് സ്റ്റൈൽ മൊത്തത്തിൽ മാറി. ഒരു ലക്ഷറി ലൈഫ് എന്ന് പറയാം. ഈ യാത്രകളെക്കുറിച്ച് എടുത്തു പറയുന്നുണ്ടല്ലോ അല്ലേ? ഓ, അതൊരു പ്രധാന മാറ്റമാണ്. പണ്ട് ദൂരെ നിന്ന് വിമാനം പോകുന്നത് നോക്കി നിന്നവരാണ്. ഇപ്പോൾ മാസം 8 തവണയൊക്കെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടുണ്ട് എന്ന് സന്തോഷ് പറയുന്നു. കൊള്ളാം. ദുബായ്, ഖത്തർ പോലുള്ള രാജ്യങ്ങളൊക്കെ സന്ദർശിച്ചു. സമൂഹത്തിൽ ആളുകൾ തിരിച്ചറിയാനും ബഹുമാനിക്കാനും തുടങ്ങി. ഏറ്റവും പ്രധാനം, ആഗ്രഹിച്ച പോലെ ജീവിക്കാൻ പറ്റി. സാമ്പത്തിക സ്വാതന്ത്ര്യം. അതെ, മുൻപൊരു സാധനം വാങ്ങണമെങ്കിൽ വില നോക്കി 100 വട്ടം ആലോചിക്കണമായിരുന്നു. ഇപ്പോൾ ഇഷ്ടമുള്ളത് വാങ്ങാൻ മടിക്കേണ്ട കാര്യമില്ല. അതൊരു വസ്ത്രമായാലും ഗാഡ്ജറ്റ് ആയാലും. ആ ഒരു സംതൃപ്തി. ഈ വിജയയാത്രയിൽ അവരിപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു? വെസ്റ്റീജിലെ റാങ്കുകൾ ഓരോന്നായി കേറി ഡയമണ്ട്, ക്രൗണ്, യൂണിവേഴ്സൽ ക്രൗണ് അങ്ങനെ പോയി ഇപ്പോ DUC എന്ന ഉയർന്ന പദവിയിലാണ്. ഡബിൾ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ. അതെ, ഇതെല്ലാം അവരുടെയും ടീമിന്റെയും തുടർച്ചയായ വളർച്ചയാണ് കാണിക്കുന്നത്. ഈ വിജയത്തിനെല്ലാം കാരണം വെസ്റ്റീജ് എന്ന അവസരവും അവരെ സപ്പോർട്ട് ചെയ്ത വിന്നിംഗ് ടീം എന്ന സിസ്റ്റവുമാണ് എന്നവരെപ്പോഴും പറയുന്നുണ്ട്. എന്താണ് ഈ വിന്നിംഗ് ടീം? അതൊരു സപ്പോർട്ട് സിസ്റ്റമാണോ? അതെ, വെസ്റ്റീജ് വിതരണക്കാർക്ക് ട്രെയിനിംഗ്, മോട്ടിവേഷൻ, ബിസിനസ് വളർത്താനുള്ള വഴികളൊക്കെ നൽകുന്ന ഒരു സ്വതന്ത്ര സംവിധാനമാണ് വിന്നിംഗ് ടീം. പല ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികളിലും ഇതുപോലെയുള്ള ടീമുകൾ ഉണ്ടാകാറുണ്ട്. തങ്ങളുടെ വിജയത്തിൽ ഈ ടീമിന് വലിയ പങ്കുണ്ട് എന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു. അതിനവർ നന്ദി പറയുന്നതും കേട്ടു. ഇപ്പോ അവരും കുടുംബവുമൊക്കെ വളരെ ഹാപ്പിയാണ്. അവരുടെ ആ മാറ്റത്തെക്കുറിച്ച് അവർ തന്നെ പറയുന്നൊരു വാചകമില്ലേ, അത് ശരിക്കും കൊള്ളാം. ആ, അതെ.
ഇന്നലെ വരെ കാറോട്ടങ്ങൾ ദൂരെ നിന്ന് കണ്ടവർ ഇന്ന് അതിന്റെ ഭാഗമായി. ഇന്നലെ വരെ ആരും അറിയാതിരുന്നവർ ഇന്ന് ഓരോ വീട്ടിലെയും ചർച്ചാവിഷയമായി. कल तक दूर से देखते थे कारमा, आज कार में की हिस्सा बन गए. कल तक पहचान ना थी कोई, आज घर घर का किस्सा बन गए. ജീവിതം എത്രമാത്രം മാറിയെന്നതിന് ഇതിലും വലിയ തെളിവ് വേണ്ട. ശരിയാണ്. അപ്പോ ഇതാണ് സുധാൻഷുവിന്റെയും സന്തോഷിന്റെയും കഥ. സ്ഥിരോത്സാഹവും ഒപ്പം വെസ്റ്റീജ് വിന്നിംഗ് ടീം പോലെ ശരിയായ ഒരു അവസരവും പിന്തുണയും കിട്ടിയപ്പോൾ ജീവിതം എങ്ങനെ മാറിമറിഞ്ഞു എന്ന് നമ്മൾ കണ്ടു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവരുടെ പഴയ അനുഭവങ്ങളെ വെച്ച് നോക്കുമ്പോൾ വെസ്റ്റീജിലെ യാത്ര വളരെ ലളിതവും വേഗതയേറിയതുമായി മാറിയെന്നതാണ്. 90 ദിവസം കൊണ്ട് ഡയമണ്ടാകാൻ പറ്റി, വരുമാനം പെട്ടെന്ന് കൂടി. അതെ, ഈ കഥ കേൾക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. ചിലപ്പോൾ നമ്മൾ വഴിമുട്ടിയെന്ന് കരുതുന്ന സ്വപ്നങ്ങൾക്ക് പോലും ശരിയായ അവസരവും സിസ്റ്റത്തിന്റെ സപ്പോർട്ടും പിന്നെ നമ്മുടെ ഭാഗത്തുനിന്നുള്ളൊരു പരിശ്രമവുമുണ്ടെങ്കിൽ വീണ്ടും ചിറകുമുളയ്ക്കും. വെസ്റ്റീജ് എന്ന സാധ്യതയും വിന്നിംഗ് ടീമിന്റെ പിന്തുണയും അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റമാണുണ്ടാക്കിയത്. ആരോഗ്യം മെച്ചപ്പെട്ടതും പഴയ സ്വപ്നങ്ങൾ വീണ്ടും കാണാൻ പ്രചോദനമായതും ഇത്ര പെട്ടെന്ന് സാമ്പത്തികമായി ഉയർന്നതും ഒക്കെ ആ ശരിയായ അവസരം കിട്ടിയതുകൊണ്ടാണ്. തീർച്ചയായും ആ സിസ്റ്റം അവർക്ക് വേണ്ടി വർക്ക് ചെയ്തു. ഈ സംഭാഷണം അവസാനിപ്പിക്കുമ്പോൾ കേൾക്കുന്ന നിങ്ങൾക്കായി ഒരു ചോദ്യം. സുധാൻഷുവിന്റെയും സന്തോഷിന്റെയും ഈ അനുഭവം കേട്ടപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എവിടെയോ ഒളിപ്പിച്ചുവെച്ച് ഒരുപക്ഷെ മറന്നുപോയ ഏത് സ്വപ്നമാണ് ഇപ്പോൾ വീണ്ടും ഓർമ്മ വരുന്നത്? ശരിയായ സാഹചര്യവും ഒരു പുതിയ അവസരവും ഒരു നല്ല പിന്തുണയും കിട്ടിയാൽ നിങ്ങൾക്കും ഇതുപോലുള്ള വലിയ മാറ്റങ്ങൾ സാധ്യമാകുമോ? ഒന്ന് ആലോചിച്ചു നോക്കൂ.